ഇപ്പോൾ വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. PV അൻവറും CK ജാനുവും UDF-ൽ. വിഷ്ണുപുരം ചന്ദ്രശേഖരനും UDF-ന്റെ ഭാഗമാകും. ജനുവരിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങും. ജനുവരി 15 മുതൽ ഘടകകക്ഷികളുമായി ചർച്ചകൾ തുടങ്ങാനാണ് തീരുമാനം. ആർ റോഷിപാലും സജോ ദേവസിയും ചേരുന്നു. ആദ്യം ആർ റോഷിപാലിലേക്ക്. റോഷിപാൽ, അങ്ങനെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കടക്കുകയായിരുന്നു. ഇതിലിപ്പോൾ PV അൻവറും CK ജാനുവും UDF-ൽ എത്തുമ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്? UDF-ന് ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് അല്പം മുമ്പ് കൊച്ചിയിൽ പൂർത്തിയായത്. യോഗത്തിലെടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് UDF-ന്റെ അടിത്തറ വിപുലീകരിക്കുക എന്നത് തന്നെയാണ്. നേരത്തെ തന്നെ UDF-ന്റെ ഭാഗമാകാൻ താല്പര്യമറിയിച്ച PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ഒപ്പം CK ജാനു, ഒപ്പം കാമരാജ് കോൺഗ്രസ്, ഇങ്ങനെ 3 പാർട്ടികളെയാണ് ഇപ്പോൾ UDF-ൽ ഉൾപ്പെടുത്തുന്ന. അസോസിയേറ്റ് കക്ഷിയായി ഉൾപ്പെടുത്തി പിന്നീട് അവർ ഘടകകക്ഷിയായി മാറും. അങ്ങനെ മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കാൻ അത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നിർദ്ദേശമാണ്. പാർട്ടിയുമായി അല്ലെങ്കിൽ UDF-ന്റെ ആശയങ്ങളുമായി ഒത്തുപോകാൻ താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളെ, നേതാക്കളെ ഒക്കെ ഒപ്പം ചേർക്കണമെന്ന നിർദ്ദേശം അത് നിറവേറ്റുകയാണ് സംസ്ഥാനത്ത് UDF. ഏതായാലും നേരത്തെ ചേർന്ന കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയാണ് PV അൻവറിനെ ഒപ്പം CK ജാനു അടക്കമുള്ളവരെ UDF-ന്റെ ഭാഗമാക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഘടകകക്ഷികൾ അതിന് പച്ചക്കൊടി കാണിച്ചു ഒടുവിൽ UDF-ന്റെ ഭാഗമാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.